രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഭൂതക്കണ്ണാടിയിൽ. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ വിവരിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പോകുന്നത്. നിങ്ങൾക്കറിയാം, വലിയൊരു രാഷ്ട്രീയ നിരീക്ഷകരാണ് കേരളത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ. 1960 രാജ്യത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ട ശേഷമുള്ള തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ ആദ്യമായി കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയം പരീക്ഷിച്ച കാലം. മുന്നണിയില്ലാതെ തനിച്ച് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോര്. കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും മുന്നണിയായി മത്സരിച്ചു. മുക്കൂട്ട് മുന്നണിയെന്ന് എതിരാളികൾ വിളിച്ചു. പട്ടാമ്പിയിൽ മത്സരിച്ച മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിനെ തോൽപ്പിക്കാൻ പ്രതിപക്ഷം ഒന്നിച്ചു. കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്നത്തെ BJPയുടെ ആദ്യ രൂപമായ ജനസംഘവുമായി ചേർന്നു. പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ജനസംഘം കോൺഗ്രസ് സ്ഥാനാർത്ഥി R രാഘവൻ നായർക്ക് പിന്തുണ നൽകി. കോൺഗ്രസ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് മുന്നണിയായി മത്സരിച്ച ഒരു പുതിയ അനുഭവം കൂടിയായിരുന്നു അത്. കോൺഗ്രസിൻ്റെ മുന്നണിയിൽ കോൺഗ്രസ് മാത്രമല്ല PSP ഉണ്ടായിരുന്നു. PSP എന്ന് വെച്ചാൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പട്ടംനാടുള്ള സാറാണ് ആ പാർട്ടിയുടെ പരമോന്നത നേതാവായിരുന്നു. അതുകൂടാതെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുചേർന്ന് മുന്നണിയായിട്ട് മത്സരിച്ചത്. അങ്ങനെ ഈ മൂന്ന് പാർട്ടികൾ ഉൾപ്പെട്ട മുന്നണിയെ മുക്കൂട്ട് മുന്നണി എന്നാണ് വിളിച്ചത്. മുക്കൂട്ട് കഷായം എന്ന് പറഞ്ഞ ഒരു മരുന്ന് ആയുർവേദത്തിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ആ ഒരു ഓർമ്മയിലാണ് മുക്കൂട്ട് മുന്നണി എന്ന പേരിട്ടത്. വിമോചന സമരത്തിൽ ആഞ്ഞടിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തരംഗം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വൻ തോൽവി. 57 മന്ത്രിസഭയിലുണ്ടായിരുന്ന EMSഉം അച്യുതമേനോനും AR മേനോനും KR ഗൗരിയമ്മയും ഒഴികെയുള്ള വമ്പന്മാർ വീണു. 126 കമ്മ്യൂണിസ്റ്റ് പാർട്ടി 29 സീറ്റിൽ ഒതുങ്ങി. എന്നാൽ ആകെ കൂടുതൽ വോട്ട് നേടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കോൺഗ്രസിന് 63, PSPക്ക് 20, ലീഗിന് 11 സീറ്റുകൾ. മുൻ ധാരണയനുസരിച്ച് പട്ടം മുഖ്യമന്ത്രിയായി, R ശങ്കർ ഉപമുഖ്യമന്ത്രി. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് വളരെ ഏകപക്ഷീയമായിരുന്നു. കാരണം ആ മറുഭാഗത്തുള്ള മുന്നണി അത്ര ശക്തമായിരുന്നു. കോൺഗ്രസ്, PSP, ലീഗ് എന്ന് മാത്രമല്ല, ഇവരെ പിന്തുണച്ചിരുന്ന സാമുദായിക ശക്തികളും അത്ര പ്രബലരായിരുന്നു. കത്തോലിക്ക സഭയുണ്ടായിരുന്നു, മറ്റ് ക്രൈസ്തവ സഭകളുണ്ടായിരുന്നു, അതുകൂടാതെ NSS ഉണ്ടായിരുന്നു, മറ്റ് പല സാമുദായിക സംഘടനകളുണ്ടായിരുന്നു, പിന്നെ മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു. അത്രയും സംഘടനകൾ ഒരു ഭാഗത്ത് നിന്ന്, അത്രയും സാമുദായിക ശക്തികൾ ഒരു ഭാഗത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ, നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരെ പാഠം പഠിപ്പിക്കാനും അവരെ റഷ്യയിലേക്ക് തുരത്താനും വേണ്ടി നടത്തിയ വലിയൊരു വിശുദ്ധ യുദ്ധമായിരുന്നു സത്യം പറഞ്ഞ 1960 തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ സാമുദായികമായ ഒരു ചേരിതിരിവ് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു. അതുമെല്ലാം മന്നത്ത് പറ്റുമ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു, കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഒറ്റ നായരെയും ഇനി നിയമസഭയിലേക്ക് അയക്കുകയില്ല എന്ന്. ആ തിരുക്കൊച്ചി ഭാഗത്ത് അത് ഏതാണ്ട് ശരിയായി, പൂർണ്ണമായിട്ടല്ല, എന്നാലും മിക്കവാറും ശരിയായി. വിമോചന സമരത്തിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ സാമൂഹിക സഖ്യമായിരുന്നു കോൺഗ്രസ് മുന്നണിയുടെ ശക്തി. NSSന്റെ പിന്തുണ പട്ടത്തെ മുഖ്യമന്ത്രിയാക്കി. പട്ടംനാടുള്ള സാർ തിരുവനന്തപുരം 2ാം മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. നമ്മുടെ R ശങ്കർ ഉപമുഖ്യമന്ത്രിയായി. ഏറ്റവും വലിയ ഒറ്റ പാർട്ടി കോൺഗ്രസ് ആയിരുന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം സാമുദായിക പരിഗണനകൾ വെച്ച് PSPക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കോൺഗ്രസും PSPയും ചേർന്ന് മന്ത്രിസഭ രൂപീകരിച്ചു. മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം ശക്തമായിട്ട് വന്നു. പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള കോൺഗ്രസ് നേതാക്കൾ പിടിവാശി പിടിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനെതിരായിരുന്നു. കാരണം ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായ പാർട്ടിയാണ് ലീഗ്. ആ പാർട്ടിക്ക് അവരുമായിട്ട് കൂട്ടുചേർന്ന് കേരളത്തിൽ അധികാരം പങ്കിട്ടു എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഈ ഹിന്ദുത്വവാദികൾ, ജനസംഘ അടക്കമുള്ള പാർട്ടികളൊക്കെ ഇത് രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യും എന്ന കാരണത്താലാണ് ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ ഒരു സമാശ്വാസ സമ്മാനം എന്ന രീതിയിൽ ലീഗ് നേതാവായിരുന്ന KM സീതി സാഹിബിനെ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് അവരോധിച്ചു. ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന ഐക്യമുന്നണി സ്ഥാനാർത്ഥിക്ക് NSS നേതാവ് മന്നത്ത് പത്മനാഭൻ സ്വർണ്ണ മെഡൽ പ്രഖ്യാപിച്ചിരുന്നു. കൂത്തുപറമ്പിൽ നിന്ന് വിജയിച്ച PSP സ്ഥാനാർത്ഥി PR കുറുപ്പാണ് അങ്ങനെ വലിയ ഭൂരിപക്ഷം നേടിയത്. പക്ഷേ മെഡൽ PR കുറുപ്പ് വാങ്ങിയില്ല. പിൽക്കാലത്ത്
PR കുറുപ്പും മകൻ KP മോഹനനും ഇടതിനൊപ്പം ചേർന്നത് വേറെ കഥ. എന്തായാലും അന്ന് സർക്കാരുണ്ടാക്കിയ പട്ടം താണുപിള്ള അധികകാലം അധികാരത്തിൽ തുടരില്ലെന്ന് അന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പലരും പറഞ്ഞു. അത് പിന്നീട് സത്യമായി. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.